നമ്മുടെ റേഞ്ച് റോവർ ഇടിച്ച ആക്സിഡൻറ്റ് നമ്മളെല്ലാവരും അറിഞ്ഞാണ്. ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. CITയുടെ തൊഴിലാളി വാഹനം പുറകോട്ടെടുത്തു. അതുകൊണ്ട് നേരെ കൊണ്ട് പുറത്തൊരു മാർബിൾ ഷോപ്പ്, അവരുടെ എന്തോ മാർബിൾസൊക്കെ ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ട് കൊണ്ട് ഇടിച്ച് കയറ്റി. ആ കൂടെ ചെറുപ്പക്കാരനെ ഇടിച്ചിട്ട് വീണ്ടും അത് മുമ്പോട്ട് വന്ന് പോസ്റ്റ് ഇടിച്ച് മറച്ചിട്ട് 2-3 പോസ്റ്റും മറിച്ചു. വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അന്ന് ഈ തൊഴിലാളി സംഘടനയുടെ ആൾക്കാർ പറഞ്ഞു, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഈ വണ്ടി പുറത്തോട്ട് എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് എല്ലാം മാറ്റി. ഈ ഒരു കേസിൻ്റെ അകത്ത് ഇപ്പോൾ ഇവർ പറയുന്നത് CIT യൂണിയൻ്റെ ആൾക്കാരും ആ വാഹനം ഓടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആരാണ് ഓടിച്ചത്? ഈ വാഹനം ഡ്രൈവറില്ലാതെ മൂവി എന്ന വാഹനങ്ങൾ വല്ലതാണോ? എലവൺ മസ്കിൻ്റെ ടെസ്ല പോലെ റോബോ ഉള്ള സ്വയം പ്രവർത്തിക്കുന്ന വാഹനമാണ്. ഡീലർമാരുടെ ആരോപണം ചുമട്ടുതൊഴിലാളി യൂണിയൻ നിഷേധിക്കുകയാണ്. വാഹനം ഇറക്കിയത് ചുമട്ടുതൊഴിലാളി അല്ലെന്നും തൊഴിലാളികളുടെ മേൽ വെച്ച് കെട്ടാൻ ശ്രമമെന്നും ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മണിശങ്കർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. രണ്ട് തരത്തിലാണ്. ഒന്ന് CITന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഒന്ന് എറണാകുളം ജില്ലയ്ക്കകത്ത് എവിടെയും കാറ് കയറ്റിറക്ക് ചുമട്ടുതൊഴിലാളികൾ നടത്താറില്ല. അത് ഷോറൂമുകൾ ആരംഭിച്ച കാലത്ത്, അന്ന് ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് യൂണിയന്റെ, ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവര് കാറ് ഡ്രൈവറെ ഓടിച്ച് താഴേക്കിറക്കി കൊണ്ടുപോകുന്നത് അന്ന് ഈ നോക്കുകൂലി വിവാദമൊന്നും ഉണ്ടാകാത്ത കാലത്താണെങ്കിൽ പോലും പണിയെടുക്കാതെ കൂലി വാങ്ങിക്കുന്ന രീതിയോട് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ട് കാർ ഷോറൂമുകളിൽ ഒന്നും നമ്മൾ ജോലി ചെയ്യേണ്ടതില്ല എന്ന് പൊതുവായി ജില്ലക്കകത്ത് അന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് CITന്, ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CIT മാത്രമല്ല, ജില്ലയിലെ CIT പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. പണിയെടുക്കാതെ കൂലി വാങ്ങുന്നതിനോട് സംസ്ഥാനത്ത് തന്നെ ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ലാത്തതാണ്. ബന്ധപ്പെട്ട അധികാരികൾ, ക്ഷേമനിധി ബോർഡ്, ലേബർ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് തുടങ്ങിയ എല്ലാ ഏജൻസികളും ഏകോപിച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതാണെന്നാണ് CITന്റെ കാര്യം. ഇവിടെ CIT യൂണിയൻ തൊഴിലാളികളുടെ നേതാവ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇതെന്തോ ഒരു പുണ്യപ്രവൃത്തി എന്നൊരു സംഘടനയാണെന്ന് തോന്നുന്നു. ഈ നാട്ടിലൊരു വ്യവസായം പോലും ചെയ്യാൻ പറ്റുന്ന നാട്ടുകാർ, അവിടുത്തെ ബിസിനസ്സുകാർ ഓടി ജീവനം കൊണ്ട് രക്ഷപ്പെടുക. ഇങ്ങോട്ടാരും ഒരു ബിസിനസ്സായിട്ട് വരാൻ ഭയക്കുന്നു. ആ ഒരു സിറ്റുവേഷനാണ് നാട് പോകുന്നത്. നമ്മൾ വാർത്തകളിൽ ഇതൊക്കെ കാണുന്നതാണ്. നമ്മളോടാ പറയുന്നതൊക്കെ. ഇത് ഭയങ്കര കോമഡിയാണല്ലോ. നേരത്തെ വാർത്തയിൽ പറഞ്ഞത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് CIT യൂണിയൻ്റെ ഈ വാഹനങ്ങൾ ഇറക്കാനും മറ്റും വരുമെന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നത് ഇല്ല, ഇങ്ങനെ ആൾക്കാർ അങ്ങനത്തെ ഒരു വാഹനം ഇറക്കുന്നതിനും മറ്റൊന്നും ഇല്ലെന്ന് പറയുന്നു. ഈ നിലപാട് മാറ്റി പറയുന്ന കാര്യത്തിൽ ഈ രാഷ്ട്രീയക്കാർ, നമുക്കറിയാൻ ഭരിക്കുന്ന പാർട്ടിയായിട്ട് CIT യൂണിയൻ്റെ ബന്ധം എന്താണെന്നുള്ളത്. ഇവർ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ പറയുന്ന വ്യക്തിയും രാഷ്ട്രീയക്കാരനാണ്. നിലപാട് മാറ്റി പറയുന്ന കാലത്ത് ഇവരൊക്കെ ഭയങ്കരം. രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് മാറ്റി പറയും, ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റി പറയും, വൈകുന്നേരം പറഞ്ഞ കാര്യം വൈകിട്ട് മാറ്റി പറയും, വൈകിട്ട് പറഞ്ഞ കാര്യം നേരം വെളുപ്പുമ്പോൾ മൊത്തം മാറ്റി പറഞ്ഞേക്കും. അതൊരു ടാലൻ്റാണ് അവരുടെ. ചില വ്യക്തികൾ ഇതിൻ്റെ അകത്ത് ബിരുദം എടുത്തവരാണ്. ബിരുദാനന്ദ ബിരുദം എടുത്തിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വങ്ങളാണ് നമ്മളുടെ വാർത്തകളിൽ കാണുന്നവർ. പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ എങ്ങനെ സാധിക്കുന്നു മാറ്റി പറയുന്ന കാര്യത്തിൽ അഭിപ്രായം. വിശദാംശങ്ങൾ PV അനൂപ് നൽകും. അനൂപ്, ഈ ആഡംബരക്കാർ താഴെ ഇറക്കുമ്പോൾ ഉണ്ടായ മരണം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇടപെട്ടിരിക്കുന്നു. ഈ അസോസിയേഷനും ഒപ്പം തൊഴിലാളി സംഘടനകളും CITയും ഉൾപ്പെടെയുള്ളവരുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഏത് തലത്തിൽ വരെ തീർക്കുകയാണ് അപ്പോൾ? അഭിലാഷ്, നമുക്കറിയാം കേരളത്തിൽ ഏറെ നാളുകളായിട്ട് ഈ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ തൊഴിലാളി സംഘടനകളുടെ ഇടപെടലുകൾ മൂലം കേരളത്തിൽ ഒരു തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷവും ഇല്ലെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആരോപണവും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അപകട സാഹചര്യവുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞായറാഴ്ചയാണ് കൊച്ചിയിലുള്ള ഒരു വാഹന ഡീലർഷിപ്പ് യാർഡിലേക്ക് ഒരു ട്രക്കിലെത്തിയ വാഹനം ഇറക്കുന്നതിനിടെ ആ ഷോറൂം ജീവനക്കാരനായിട്ടുള്ള യുവാവ് മട്ടാഞ്ചേരി സ്വദേശിയാണ് അപകടത്തിൽ മരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആ വാഹനം, അതായത് ട്രക്കിൽ ഷോറൂമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളിൽ, ആഡംബര കാറുകളിൽ ഒന്ന് താഴേക്ക് ഇറക്കിയത്, അതായത് ട്രക്കിൽ നിന്നും താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഡ്രൈവ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ വാഹനം ഓടിച്ചിരുന്നത് ഒരു ചുമട്ടുതൊഴിലാളിയാണ് എന്നതാണ് ഒരു ആരോപണം. പക്ഷേ ഇക്കാര്യം പരസ്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് ഈ ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനത്തിന് ഉടമകളോ അതല്ലെങ്കിൽ മറ്റാരും തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഒരു ആരോപണമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഡീലേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു ആരോപണമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വാഹനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട്
ചുമട്ട് തൊഴിലാളി സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുകയും അവർക്ക് അതിന് അവസരം നൽകണമെന്ന് കൃത്യമായിട്ട് ഒരുപക്ഷെ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആഡംബര കാറുകൾ ഇറക്കുന്നതിന് ഏതാണ്ട് 4000 രൂപ വീതവും അതുകൂടാതെ സാധാരണ ചെറുകിട കാറുകൾ ഇറക്കുന്നതിന് ഏതാണ്ട് 2000 രൂപ വരെയും ഇത്തരത്തിൽ ഇറക്കുകൂലിയായിട്ട് ആവശ്യപ്പെടാറുണ്ട്, അത് നൽകാറുമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു വിദഗ്ധരായിട്ടുള്ള ഡ്രൈവർമാരെ ഇത്തരത്തിൽ വാഹനം ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഡീലർമാർ വിനിയോഗിക്കുകയാണെങ്കിൽ പകരം നോക്കുകൂലി ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് നൽകേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഒരു അപകടം നിറഞ്ഞ വളരെയധികം സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ളതാണ് ഇത്തരത്തിൽ ട്രക്കുകളിൽ നിന്നും കാറുകൾ താഴേക്ക് ഇറക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൈദഗ്ധ്യമുള്ളവരെ നിയോഗിക്കണം, അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നതാണ് ഈ വാഹന ഡീലേഴ്സ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണുകയും ഒരു നിയമനിർമ്മാണം അടക്കമുള്ളവ സർക്കാരിന്റെ ഭാഗത്ത് വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ കൊച്ചിയിലുണ്ടായിട്ടുള്ള അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ ജില്ലാ കളക്ടറോട് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി നിർദ്ദേശം ചെയ്താലും നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ നോക്കുകൂലിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് കർശനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. തൊഴിലാളി സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഒരു അനുകൂല ഒരു സമീപനം ഉണ്ടാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചുമട്ട് തൊഴിലാളി യൂണിയനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന. അത് CITUവിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ CPM-ന്റെ അനുഭാവ സംഘടനയാണ്, വർഗ്ഗബഹുജന സംഘടനയാണ്. അവർ പ്രധാനമായിട്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഇത്തരത്തിൽ കാർ ഷോറൂമുകളിൽ ചുമട്ട് തൊഴിലാളികൾ ഇത്തരത്തിൽ വാഹനങ്ങൾ താഴെ ഇറക്കാൻ വേണ്ടി ഉണ്ടാകാറില്ല. അത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഈ സംഭവം നടന്നിട്ടുള്ള കൊച്ചിയിലുള്ള ഡീലർ യാർഡിലും അവിടെയും ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ചുമട്ട് തൊഴിലാളി സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ടും ഈ ഒരു ആരോപണം നിഷേധിക്കുകയാണ്. അപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് അങ്ങനെയാണെങ്കിൽ വാഹനം ഇറക്കിയിട്ടുള്ളത് എന്നാണ്. അത് ഇനി പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തിൽ ഇത്ര തന്നെ പോലീസ് അന്വേഷണത്തിലേക്ക് ആവശ്യമുണ്ടോ എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. അതായത് ഈ ഷോറൂമിലെ ആൾക്കാർക്കും അറിയാം ഇറക്കിയ ആരാണ് വണ്ടി ഓടിച്ച് താഴേക്ക് എത്തിയതെന്ന് അറിയാം, ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആ വ്യക്തി ഈ ഷോറൂമിലെ ആൾക്കാരാണോ അതോ ഈ CITU സംഘടനയിൽപ്പെടുന്ന ആളാണോ എന്ന് കണ്ടെത്തിയാൽ തന്നെ ഒരു ക്ലാരിറ്റി വരുന്ന ഒരു കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ ഓടിച്ച ആളുടെ ഒരു ഐഡന്റിറ്റി പുറത്തു പറയാതെ പോലീസ് അന്വേഷണം നടക്കട്ടെ, വലിയ രീതിയിൽ കളക്ടർ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്ന കാരണം എന്താണ്? ഒരു സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള ഒരു സ്വാധീന ശേഷിയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു കാർക്കശ്യവും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ വളരെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നയതന്ത്രത്തിന്റേതായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും പലപ്പോഴും ഉടമകൾ സ്വീകരിക്കാറ് അല്ലെങ്കിൽ സ്ഥാപന മേധാവിമാർ സ്വീകരിക്കുന്നത്. ഈ ഒരു സംഭവത്തിലും സമാനമായുള്ള ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ സംഘടനകളെയോ വ്യക്തികളെയോ നേരിട്ട് അതായത് ചുമട്ട് തൊഴിലാളികളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ടവരാണ് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതിനോ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനോ കാര്യങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പരസ്യമായിട്ട് പറയുന്നതിനോ തുറന്നു പറയുന്നതിനോ ഈ സ്ഥാപനത്തിന്റെ ഉടമകളോ ബന്ധപ്പെട്ടവരോ തയ്യാറായിട്ടില്ല എന്നതാണ്. അത് ഒരുപക്ഷെ ഈ ഒരു സമ്മർദ്ദ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വളരെയധികം വരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ആരാണ് ഇത്തരത്തിൽ വാഹനം ഇറക്കിയതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടും ആധികാരികമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണം തന്നെ ഉണ്ടാകട്ടെ എന്നതാണ് ഇപ്പോൾ ഈ ഈ വാഹന ഡീലർമാരുടെ സംഘടന വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യം പരിശോധിക്കുകയും ഇറക്കിയിട്ടുള്ള തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഇറക്കിയിട്ടുള്ള വ്യക്തിക്ക് ഇതിനുള്ള വൈദഗ്ധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം. അത് പരിശോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെടുകയും ബന്ധപ്പെട്ട വകുപ്പ് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നതിന് ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ശരി, ഏതായാലും ആ കാർ ഷോറൂം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തൊഴിലാളി സംഘടനകളുടെ പിന്തുണ വേണം. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരുപക്ഷെ ഈ ഇറക്കിയ ആൾ ആരാ എന്ന് വെളിപ്പെടുത്താത്തതിന് കാരണം അതായിരിക്കും. പക്ഷേ അതൊക്കെ പോലീസ് അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ട് കളക്ടറോട് അന്വേഷിക്കാൻ പറയുന്നു. ഇതിപ്പം നോക്കുകൂലിക്കാരെ കൊണ്ട് ഇപ്പം നോക്കി നിൽക്കുന്നവർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കാണ് ഒക്കെ ഓടിക്കാൻ അറിയാവുന്നവർ ഇന്നിപ്പോൾ ഒരുപാട് ഓട്ടോമാറ്റിക് വാഹനങ്ങളുണ്ട്. നമ്മുടെ മാരുതിയും ഫോക്സ്വാഗണിലൊക്കെ ഉള്ള വാഹനങ്ങളുടെ പോലെയല്ല റേഞ്ച് റോവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സും അതിന് മൊത്തം ഡിജിറ്റലായിരിക്കും. ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നവർ വല്ലതാണോ? ഈ വന്ന് ചെയ്യുന്ന ആൾ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചയും കൊണ്ട് പള്ളിയിൽ പോവുമോ അല്ലെ അമ്മൂമ്മയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി അവരുടെ വീട്ടിൽ കിടക്കുന്ന ഡോക്ടറിൻ്റെ ഫോക്സോൻ്റെ കാർ എടുത്തുകൊണ്ട് പോയി അമ്മച്ചയെ പള്ളിയിലെ അമ്പലത്തിലെ കൊണ്ട് ഇറക്കുന്ന ഏർപ്പാടല്ല ഇത്. ആ പരിചയം വെച്ച് കൂട്ടുകാരനോട് ചോദിച്ചിട്ട് വിളിച്ച് ചോദിച്ചേട്ടാ ഇതാ വണ്ടി, ഇതിൻ്റെ എവിടെ പിടിച്ച് ഞെക്കിയാൽ എങ്ങോട്ട് പോവും എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയതാണോ ആർക്കറിയാം. നഷ്ടമായ ഒരു ജീവിതമാണ്. ആ ചെറുപ്പക്കാരനെ പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയോ പേര് കാണും. സുഹൃത്തുക്കൾ, അച്ഛനമ്മമാർ, അവർക്കൊക്കെ ഉണ്ടായ നഷ്ടം ആര് പരിഹരിക്കും? നഷ്ടപരിഹാരം പൈസ എല്ലാം കിട്ടിയിരിക്കണം, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ജീവൻ പോകുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യനോണം വരില്ല കൊടുക്കുന്ന പൈസ. CITU എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഓർമ്മ വെച്ച് നാൾ മുതൽ കേൾക്കുന്നത് ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ വേണ്ടി മുൻപോട്ട് കൊടിയായിട്ട് വരുന്ന ഒരു വിഭാഗം ജനതയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ നാട്ടിൽ ഒരു മെറ്റലിൻ്റെയൊക്കെ ഒരു കടയുണ്ട്. ആ കടയുടെ ഫ്രണ്ടിൽ കൊടിയും കുത്തി ഇവർ നിൽക്കുകയാണ്. 1 ഇയർ 2 വർഷമായി കാണുമായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിലും ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു?
ഒരു തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവര് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മുതലാളി ഇങ്ങനെ ബൂർഷിയായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് എന്തിനാ പിന്നെ പണിയെടുക്കുന്നല്ലോ? ഇവരുടെ യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആണ്. റേഞ്ച് റോവറിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അതാണെന്ന് എനിക്കത്തില്ല. അവരെ സംബന്ധിച്ച് ഇവരെ പിണക്കി കഴിഞ്ഞാൽ നാളെ അവർക്ക് വീണ്ടും വണ്ടിയുടെ വേണ്ടാണ്, തിരവ് നടത്തുന്നതാണ്. ഇവരോട് ഉടക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ മുതൽ CIT യൂണിയൻകാരുടെ വന്ന് കൊടിയും കുത്തി എന്ത് ചെയ്യും ഇവര്? അവർക്ക് വണ്ടി അവർ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ലേ? ഡീലർഷിപ്പിന്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കച്ചവടം നടക്കാതെ പോയില്ലേ? അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പോയില്ലേ? അവിടെ കൊണ്ട് സ്ഥാപനം ഇട്ടു. ഇനി ജീവിക്കണ്ടേ? ഒരു പ്രസ്ഥാനം ഇവിടെ വളരാൻ സമ്മതിക്കില്ല ഇവര്. എന്റെ നാല് കാലം പോലും ഞാൻ കാണുന്ന കാഴ്ചയാ. പത്രത്തിൽ വായിച്ചതോ അല്ലെ വാർത്തകളിൽ കണ്ടതല്ല, കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളാണ് ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും. നാട്ടിലൊക്കെ ഉള്ള ജംഗ്ഷനിലുള്ള സിമന്റ് കട, മെറ്റൽ കട, ഇതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. ഇവർ മൂലം എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ ബിസിനസ്സുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. എന്തിനു വേണ്ടി? നോക്കുകൂലി എന്ന് പറഞ്ഞ പരിപാടി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവര്. നാണവും മാനവും ഇല്ലാതെ വന്ന് നോക്കുകൂലി മേടിച്ചോണ്ട് പോവുക. ആദ്യം ഇവർ പറഞ്ഞപ്പം പറഞ്ഞു എക്സ്പേർട്ടുകളാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്നിപ്പം പറയുന്ന അവരുടെ ആരോട് ഓടിക്കാറേ ഇല്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം അതിൻ്റെ പോലെ രാഷ്ട്രീയത്തിൽ പഠിച്ച് ശീലിച്ചിരിക്കുന്നതാണല്ലോ. ആ കീടെക്സ് ഇവരുടെ ശല്യം കാണും നേരെ കർണാടകയിലോട്ട് പോയി. വ്യവസായ ഫ്രണ്ട്ലിയാണ് കേരളം, വായോ വായോ എന്ന് വിളിക്കുമ്പം ജീവനിൽ കൊതി കൊള്ളാൻ അങ്ങോട്ട് വരുമോ? അവനൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇതുപോലെ വന്ന് നോക്കുകൂലിയും അവിടെ ഇഷ്ടം പോലെ CC ക്യാമറ. ഒരു CC ക്യാമറയുടെ അടുത്ത് ഔട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ലേ ആരാ വണ്ടി ഓടിച്ചെന്നുള്ളത്? വ്യക്തമല്ലേ അവിടെ? ഈ വന്ന് വണ്ടി എടുക്കുന്ന CIT യൂണിയന്റെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രജിസ്റ്ററിൽ അയാൾ സൈൻ ചെയ്യുമല്ലോ. ഇന്ന വണ്ടി ഞാൻ എടുക്കുന്നത് അവിടെ സൈൻ ചെയ്തിട്ടായിരിക്കും വണ്ടി എടുക്കുന്ന. ആ റെക്കോർഡ്സ് അവിടെ കാണും വിദഗ്ധരായ ആൾക്കാർക്ക്. തമാശ കളിക്കാവുന്നതാണ് ഒരാളുടെ ജീവിതം. നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് 36 വയസ്സ്. ഓടിച്ച ഡ്രൈവറിനെ കൊണ്ട് സംസാരിക്കാൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ഒരു പ്രതികരണം കൂടി കാണുക. കൊച്ചിയിൽ ആഡംബര വാഹനം ഇറക്കുന്നതിനിടെയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയാണ് കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. വിദഗ്ധ പരിശീലനം ലഭിച്ച ട്രേഡ് യൂണിയൻ അംഗങ്ങൾ മാത്രമേ ഇത്തരം ജോലികൾക്ക് നിയോഗിക്കാവൂ എന്നാണ് ആവശ്യം. ട്രേഡ് യൂണിയനുകൾ ഇക്കാര്യം ഉറപ്പുവരുത്തുമെന്ന് അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും നോക്കുകൂലി വാങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ ആഡംബര കാർ ഇറക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്ന യൂണിയൻ അംഗങ്ങൾ മതിയായ പരിശീലനം ലഭിച്ചവരാണെന്ന് ഉറപ്പുവരുത്തണം. അത് മാത്രമല്ല ഈ നോക്കുകൂലി അടക്കമുള്ള സമ്പ്രദായം നിർത്തലാക്കണമെന്ന ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ഡീലേഴ്സ് അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ അപകടം മാനുഷിക പിഴവാണ് എന്ന് ഏറെക്കുറെ വ്യക്തമായി വരുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ നിവേദനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്? ആദ്യം ഈ മരണപ്പെട്ട റോഷന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ പങ്കുചേരുന്നു. അപകടം ഉണ്ടായത് ട്രെയിൻഡ് അല്ലാത്ത സ്റ്റാഫുകൾ, വൈവിധ്യമായ പരിശീലനം കിട്ടാത്ത ആൾക്കാർ വാഹനം എടുക്കുന്നത് കൊണ്ടുണ്ടായ അപകടം തന്നെയാണ് എന്ന് എല്ലാവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർ വാഹനം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണം ഒരു മരണം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. ഇനി അങ്ങനെ ഒരു മരണം കേരളത്തിലെന്നല്ല എവിടെയും സംഭവിക്കാതിരിക്കാൻ വേണ്ടുന്ന ഒരു നിയമ പരിരക്ഷ ഈ കാര്യത്തിൽ വേണം. അതിന് ട്രെയിൻഡായ സ്റ്റാഫുകൾ മാത്രമേ ഇനി അൺലോഡിംഗ് ആയാലും ലോഡിംഗ് ആയാലും ഇത്തരം വാഹനങ്ങൾ എടുക്കുന്നതിന് ഉപയോഗിക്കാവൂ. അത്തരം സ്റ്റാഫുകളെ മാത്രമേ നിയോഗിക്കാവൂ എന്നുള്ളതാണ് കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. ഒരു ട്രേഡ് യൂണിയനുകൾക്കും കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ എതിരല്ല. ഇത്തരം ട്രേഡ് യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ട്രെയിൻഡ് ആണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ട ബാധ്യത അതാത് ട്രേഡ് യൂണിയൻ ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷ കൂടി ഇതിന്റെ കൂട്ടത്തിൽ മുന്നിൽ വെക്കുകയാണ്. ആ കുടുംബത്തിന് ഒരു ചെറിയ ധനസഹായം കൂടെ കൊടുക്കുമ്പോൾ ആണ് ആ കുടുംബത്തിന് ഒരു അത്താണിയാവുന്ന ഈ കാര്യത്തിൽ. ഏക അത്താണിയായിരുന്നു ആ പയ്യൻ. ആ അത്താണിയെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഇനിയുള്ളവരുടെ ജീവിതമാർഗം കൂടെ നോക്കേണ്ടത് ഗവൺമെന്റ് ആ ഒരു ചെറിയ ധനസഹായം കൂടെ കൊടുക്കണം എന്ന് വിനീതമായി കേരള ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോക്കുകൂലി അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കിട്ടണമെന്ന ഒരു ആവശ്യം കൂടിയുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകൂലി മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ പലയിടത്തും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നോക്കുകൂലി ആ വിഷയം വരുന്നില്ല. പക്ഷെ അവർ തന്നെ ഇറക്കിയതുണ്ട്. ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത് ട്രെയിനിങ് കിട്ടാത്ത വിദഗ്ധമായ പരിശീലനം കിട്ടാത്ത ആൾക്കാർ ഈ ജോലിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അതാണ് നോക്കുകൂലി എല്ലായിടത്തും ഉള്ളതുപോലെ ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ ഉണ്ടാവാം. അത് സ്വാഭാവികമായ കാര്യമാണ്. അതുതന്നെയാണ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. സുജിത് വയലാറിനൊപ്പം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.
നമ്മളെ ഞെട്ടിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ വെളിപ്പെട്ടത്. ഒരു മരണമുണ്ടായ, ഒരു അപകടമുണ്ടായ, ഒരു മരണമുണ്ടായ സമയത്ത് മാത്രമാണ് ഡീലേഴ്സ് അസോസിയേഷൻ ഈ പരാതിയുമായി രംഗത്ത് വരുന്നത്. 4000 രൂപയും 2000 രൂപയും കാറുകൾ ഇറക്കുന്നതിന് ഈ ട്രേഡ് യൂണിയനുകൾക്ക് നൽകണമത്രേ. നമ്മൾ തേങ്ങയോ മാങ്ങയോ അല്ലെങ്കിൽ ഇഷ്ടിയോ ഒക്കെ ഇറക്കുന്നത് പോലെ പരിശീലനം സിദ്ധിക്കാത്ത ആൾക്കാർക്ക് കൈകൊണ്ടെടുത്ത് ഇറക്കാവുന്ന സാധനമല്ല. 3000 BHP ഉള്ള 3.5 ടൺ ഭാരമുള്ള 5.6 സെക്കൻഡിൽ 1 കിലോമീറ്റർ കവർ ചെയ്യാൻ കഴിയുന്ന വേഗത്തിലുള്ള അത്യാധുനിക ആഡംബര കാറ് ഒരു ട്രേഡ് യൂണിയൻ അംഗം കയറി ഇറക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ്. അപ്പോൾ ആഡംബര കാർ ഇറക്കുന്നതിന് പോലും ട്രേഡ് യൂണിയന്റെ ഇത്തരത്തിലുള്ള തൂക്കിൻ മുനയിലെ സമ്മർദ്ദമുണ്ടെന്ന് ഡീലേഴ്സ് പറയാതെ പറയുകയാണ്. രണ്ടാമതൊരു കാര്യം, വൈദഗ്ധ്യം ഉള്ള അറിയാവുന്ന പണികളിലല്ലാതെ അറിയാത്ത പണികളിൽ പോലും അവകാശം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് അതിന്റെ ഭീകരത അല്ലെങ്കിൽ അതിന്റെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.